നമസ്കാരം. ഷിബി ടീച്ചറിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് BA BSc തേർഡ് സെമസ്റ്റർ പാഠപുസ്തകമായ ഭാഷാ അവബോധവും സർഗാത്മകതയും എന്ന പുസ്തകത്തിലെ മറ്റൊരു ലേഖന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഭരണഭാഷയും മാധ്യമങ്ങളും എന്ന PS ജ്യോതിലക്ഷ്മി ടീച്ചർ എഴുതിയ ലേഖനത്തിലേക്ക് നമുക്ക് കടക്കാം. ഈ ഒരു ലേഖനത്തിലൂടെ ലേഖനകർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത് ഭരണഭാഷയെക്കുറിച്ചാണ്. രണ്ടാമത്തെ ഒരു ലേഖനവും കൂടെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ചേർത്തിട്ടുണ്ട്. മാധ്യമ ഭാഷ എന്നുള്ളതാണ് രണ്ടാമത്തെ ലേഖനം. അപ്പം നമുക്ക് ഭരണഭാഷ എന്ന ആദ്യ ലേഖനത്തിലേക്ക് കടക്കാം. നിർവഹണത്തിന് ഉപയോഗിക്കുന്ന സാങ്കേതിക ഭാഷയാണ് ഭരണഭാഷ. അപ്പോൾ ഇതിൽ ഒൺവേർഡ് ചോദ്യങ്ങൾ ഉണ്ടാകുന്നുള്ളത് അറിയാമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളായിരിക്കും ഒൺവേർഡിനൊക്കെ ചോദിക്കുന്നത്. അതുകൊണ്ട് അത് ടെക്സ്റ്റ് ബുക്കിൽ മാർക്ക് ചെയ്ത് പഠിക്കുകയോ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കുകയോ ചെയ്യുക. എന്താണ് ഭരണഭാഷ എന്നുള്ളതിൻ്റെ ഉത്തരമാണ് അടുത്തത്. ഭരണകൂടം അതിൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾക്കായി ഏത് ഭാഷയാണ് ഉപയോഗിക്കുന്നത് അതാണ് ഭരണഭാഷ. ഇത് കേവലം കത്തിടപാടുകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നിയമനിർമ്മാണം അതിനകത്ത് വരുന്നുണ്ട്, നീതി നിർവഹണം വരുന്നുണ്ട്, ഭരണനിർവഹണം, ഇത് മൂന്നും ഉൾക്കൊള്ളുന്നതാണ് ഏത് ഭാഷയെന്ന് പറയുന്നത് ഭരണഭാഷ. ഗൗരവമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഭാഷയ്ക്കും ഗൗരവമുള്ള ഒരു സ്വഭാവം കൈവരും. ഇവിടെ ഭാഷ കൈകാര്യം ചെയ്യുന്നത് വ്യക്തികൾ തമ്മിലല്ല, എഴുതുന്നവരും വായിക്കുന്നവരും സർക്കാരിനെ പ്രതിനിധീകരിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ദേശത്തിൻ്റെ ഭരണഭാഷ ഏതാണെന്ന് നിർണ്ണയിക്കുന്നതിൽ ചരിത്രപരവും സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ലോക ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ഭരിക്കുന്നവരുടെ ഭാഷയാണ് ഭരണഭാഷ. എന്നാൽ ഭരിക്കപ്പെടുന്നവരുടെ മാതൃഭാഷയാണ് ഭരണഭാഷ ആകേണ്ടത് എന്നതാണ് സാമാന്യ നീതി. ഭരണനിർവഹണം എങ്ങനെയാണ് മാതൃഭാഷയിലൂടെ. അപ്പോൾ നമുക്ക് ഏറ്റവും അധികം വളരെ കാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണിത്. അതായത് ഭരണനിർവഹണത്തിന് ഉപയോഗിക്കേണ്ടത് നമ്മുടെ മാതൃഭാഷയാണെന്ന് ഗവൺമെൻറ് ഉത്തരവിട്ടെങ്കിലും ഇപ്പോഴും പല പേപ്പറുകളും ഇംഗ്ലീഷ് ഭാഷയിലൂടെയാണ് ആശയവിനിമയം ചെയ്യപ്പെടുന്നത്. തൊഴിലാളിക്ക് ഒരു 100 വാക്കുകൾ അറിയാം, അവൻ്റെ യജമാനന് 1000 വാക്കുകളും. അതുകൊണ്ടാണ് അയാൾ യജമാനനായിരിക്കുന്നത് എന്ന ഇറ്റാലിയൻ നാടകകൃത്തായ ദാരിയോ ഫോയുടെ വാക്കുകൾ ഭാഷ കൈവശമുള്ളവർ അധികാരികളായി മാറുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അതും ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ലോക ചരിത്രം പരിശോധിച്ചാൽ യജമാനന്മാർ എണ്ണത്തിൽ കുറവാണ്, തൊഴിലാളികൾ എണ്ണത്തിൽ കൂടുതലുമാണ്. അതായത് ന്യൂനപക്ഷം ആണ് എപ്പോഴും ഭൂരിപക്ഷത്തെ ഭരിക്കുന്നത്. അപ്പോൾ അവരത് സാധിക്കുന്ന എന്തിൻ്റെ പശ്ചാത്തലത്തിലാണ്? അവരുടെ ഭാഷയുടെ ശക്തി കൊണ്ടാണ്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും ഉപയോഗിക്കുന്ന ഭാഷ രണ്ടാവുന്നത് ഭരണത്തെ എളുപ്പമാക്കും. അതായത് ഒരേ ഭാഷയെക്കാളും 2 ഭാഷയിൽ 2 കൂട്ടരും സംസാരിക്കുന്നതും ഉപയോഗിക്കുന്നതും ഒക്കെ ഭരണത്തെ കൂടുതൽ എളുപ്പമാക്കും. ഭാഷ എന്നാൽ എന്താണ്? വൈകാരികതയാണ്. നമ്മുടെ വികാരപരമായ എല്ലാ കാര്യങ്ങളും അടങ്ങിച്ചേരുന്നതാണ് ഭാഷ. ഭാഷയെക്കുറിച്ച് പറയുന്നത് തന്നെ അങ്ങനെയാണല്ലോ. നമ്മുടെ ഉള്ളിലെ വികാര വിചാരങ്ങൾ അന്യനെ ധരിപ്പിക്കുന്നതാണ് ഭാഷ. വൈകാരികത മനുഷ്യരെ തമ്മിൽ അടുപ്പിക്കുന്നു, അടുപ്പം സമഭാവന സൃഷ്ടിക്കുന്നു. അപ്പോൾ അതിനകത്ത് അടിമ ഉടമ എന്നുള്ള ഒരു ബന്ധം ഉണ്ടാകുന്നില്ല, തുല്യതയാണ് ഉണ്ടാകുന്നത്. അധികാരമാണ് എല്ലായിടത്തും ബലം. അപ്പോൾ രാജഭരണത്തിൽ രാജാവ് പ്രജ തമ്മിൽ അധികാര ബന്ധം ഉണ്ട്. അപ്പം ഭരണകൂടം അതുപോലെ ജനങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു പിടിക്കുന്നുണ്ട്. അപ്പം ജനങ്ങൾക്ക് അന്യമായൊരു ഭാഷ പലതിനും അവരെ ഇങ്ങനെ ഒരു മറച്ചു പിടിക്കലിന് സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭരണഭാഷ ഭരിക്കപ്പെടുന്നവരുടെ ഭാഷയല്ല, ഭരിക്കുന്നവരുടെ ഭാഷയായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും ആരാണ്? ജനങ്ങളാണ്. ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള ബന്ധം അധികാരത്തിൻ്റെ ബന്ധമല്ല. അഥവാ അങ്ങനെയായാൽ അതെന്താവില്ല? ജനാധിപത്യം ആവില്ല. ഇവിടെ നമുക്ക് ഭരണതന്ത്രങ്ങളൊന്നും രഹസ്യമാക്കി വെക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് സുതാര്യതയാണ്. അതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഭാഷയിലൂടെയും ആണ് ഇപ്പോൾ അറിയാനുള്ള അവകാശം, അല്ലെ, വിവരങ്ങൾ അറിയാനുള്ള അവകാശം പൗരൻ്റെ പ്രാഥമികമായ നീതിയാണ്. അത് അനുഭവിക്കുന്നത് ഭാഷയിലൂടെയാണ്. നിർഭാഗ്യവശാൽ ഇന്ത്യയുടെ ഒരു കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയും ദശകങ്ങൾ കഴിഞ്ഞിട്ടും ഒരു ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യയിൽ ഭാഷാ സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ടും കൈവന്നിട്ടില്ല. ഇപ്പോൾ ഇന്ത്യയിൽ മുഗൾ ഭരണകാലത്ത് പേർഷ്യൻ ഭാഷയാണ് ഉപയോഗിച്ചിരുന്നത്. ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇംഗ്ലീഷായിരുന്നു ഭാഷ. ഭരണമാധ്യമം പ്രാദേശികമായിരിക്കണം എന്നുള്ള ചിന്തയ്ക്ക് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ പഴക്കമുണ്ട്. അപ്പോൾ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ ഭരണഘടന രൂപീകൃതമായപ്പോൾ ഗൗരവമായി അതിൽ ചർച്ച ചെയ്തതാണ് ഭാഷാ പ്രശ്നം. അപ്പം ഭരണഘടനയുടെ 343 ആർട്ടിക്കിൾ അനുസരിച്ച് ഇന്ത്യയിലെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. എന്നാൽ 15 കൊല്ലത്തേക്ക് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായിട്ട്
ഇംഗ്ലീഷ് തുടർന്ന് ഉപയോഗിക്കാം എന്നൊരു നിയമം അന്നുണ്ടായിരുന്നു. 345 ആർട്ടിക്കിൾ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക ഭാഷകളെ കുറിച്ചാണ്. അപ്പൊ അതനുസരിച്ച് സംസ്ഥാനത്തിലെ ഔദ്യോഗിക ഭാഷ ഓരോ സംസ്ഥാനങ്ങൾക്ക് സ്വതന്ത്രമായി തീരുമാനിക്കാം. 1956 നമുക്കറിയാമല്ലോ. 56 ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടന നടക്കുന്നത്. അപ്പോൾ ഭാഷയെ അടിസ്ഥാനമാക്കി ഒരേ ഭാഷ സംസാരിക്കുന്ന ജനങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് താമസിക്കുക എന്നുള്ളതായിരുന്നു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണത്തിന്റെ പിന്നിലെ ലക്ഷ്യം. അപ്പൊ അതിനുവേണ്ടി, അതായത് ഒരേ ഭാഷ സംസാരിക്കുമ്പോൾ വൈകാരികമായി സാമൂഹികമായി അടുപ്പമുള്ളവരായിരിക്കും ഒരേ സ്ഥലത്ത് താമസിക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ പിന്നിൽ. 1953 രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനാണ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകിയത്. അപ്പൊ ജനാധിപത്യം നമുക്ക് അർത്ഥപൂർണമായി മാറുന്നത് എപ്പോഴാണ്? ജനങ്ങളുടെ കൂടെ പങ്കാളിത്തമുള്ള ഭരണം വരുമ്പോഴാണ്. അപ്പൊ ഭരണ നിർവഹണം എപ്പോഴും ജനങ്ങളുടെ ഭാഷയിൽ തന്നെ വേണം എന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. ഭാരതത്തിലാണെങ്കിലോ നിരവധി ഭാഷകളും നിരവധി സംസ്കാരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഭാരതത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കേണ്ടത് ഭരണകർത്താക്കളാണെന്ന് കമ്മീഷൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ലോകത്തിലെ മിക്ക ജനവിഭാഗവും ജനാധിപത്യ സംവിധാനത്തിലൂടെ ഇംഗ്ലീഷിനെ തിരസ്കരിച്ച് ഉപേക്ഷിച്ചിട്ട് തങ്ങളുടെ മാതൃഭാഷയെ ഭരണഭാഷയാക്കി മാറ്റിയിരിക്കുന്നു. ജപ്പാൻ, റഷ്യ, നൈജീരിയ, ടാൻസീനിയ തുടങ്ങിയ ചെറുതും വലുതുമായ രാജ്യങ്ങൾ തങ്ങളുടെ ഭാഷയിലൂടെയാണ് ശക്തി ആർജിക്കുന്നത്. മാതൃഭാഷയ്ക്ക് വേണ്ടി സമരം ചെയ്തൊരു ചരിത്രം പോലും ഇംഗ്ലണ്ടിനുണ്ട്. 18-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗത്ത് ഇംഗ്ലണ്ടിലെ കോടതികളിൽ ഭരണഭാഷ വ്യവഹാര ഭാഷ ഇംഗ്ലീഷ് ആക്കണമെന്നാവശ്യപ്പെട്ട് ബഹുജന പ്രക്ഷോഭം തന്നെ ഉണ്ടായി. പക്ഷേ 1731 ജോർജ് രണ്ടാമൻ നടത്തിയ നിയമനിർമ്മാണം കൊണ്ടാണ് അത് സാധ്യമായത്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടി പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഇംഗ്ലീഷിനെ തിരസ്കരിക്കാൻ, ഇംഗ്ലീഷിനെ ഉപേക്ഷിക്കാൻ തയ്യാറാവാത്തത് ആര് മാത്രമാണ്? ഇന്ത്യക്കാർ മാത്രമാണ്. മലയാളം ഭരണഭാഷയാകുമ്പോൾ എന്നുള്ളത് അടുത്ത ഭാഗം. അതായത് ഭരണഭാഷയ്ക്ക് ഉള്ള ഒരു ഭരണഭാഷ ആകേണ്ട ഒരു കഴിവ് മലയാളത്തിനുണ്ടോ എന്നുള്ളതാണ്. 1956 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ മലയാള ഭാഷ സംസാരിക്കുന്നവരെല്ലാവരും കൂടെ ചേർന്ന് കേരളം എന്ന സംസ്ഥാനത്തിൽ ഒന്നിച്ചു ചേർന്നു. അധികാരത്തിൽ വന്ന ആദ്യ മന്ത്രിസഭ തന്നെ ഭരണഭാഷയ്ക്കാണ് മാറ്റത്തിനാണ് തുടക്കം കുറിച്ചത്. അപ്പോൾ അച്യുതമേനോൻ അധ്യക്ഷനായ കമ്മിറ്റിക്ക് 1957 രൂപം കൊടുത്തു. കമ്മിറ്റി 58 തന്നെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു. അപ്പൊ ഇതില് കമ്മിറ്റി കുറെ ചോദ്യങ്ങളും അതിന് പ്രമുഖരുടെ കുറെ ഉത്തരങ്ങളും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഈ ഒരു ഭരണഭാഷ മലയാളമാക്കുന്നതിനെ കുറിച്ചുള്ള ആ ചോദ്യത്തിന് പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്ന പനമ്പള്ളി ഗോവിന്ദ മേനോന്റെ അഭിപ്രായം നമുക്ക് ശ്രദ്ധിക്കാം. ഒരു ജനതയുടെ വ്യാപാരങ്ങളും വ്യവഹാരങ്ങളും എല്ലാം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയിലൂടെ നടത്താൻ സാധിക്കും. ഇന്ന് ഗവൺമെന്റ് അധികാരം ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു ന്യൂനപക്ഷത്തിന്റെ കയ്യിൽ അമർന്നിരിക്കുന്നതുകൊണ്ട് മാത്രം മലയാള ഭാഷയിൽ സർക്കാർ കാര്യങ്ങൾ നടത്താൻ കഴിയുമോ എന്നൊരു ശങ്ക ഉണ്ടാകുന്നു. ഒരു കമ്മിറ്റി ആലോചിച്ച് പദങ്ങളും ശൈലികളും ശേഖരിച്ചൊരു ഭാഷയെ ശക്തിപ്പെടുത്താൻ സാധിക്കില്ല. അപ്പൊ വ്യായാമം കൊണ്ടാണ് ശരീരവും മനസ്സുമൊക്കെ ശരീരം ശക്തിപ്പെടുന്നത്. അതുപോലെ പ്രയോഗം കൊണ്ട് മാത്രമേ ഒരു ഭാഷ വളരുകയുള്ളൂ. ശരിയാണ്, സംസ്കൃതം മൃതഭാഷയെ മാറി എന്തുകൊണ്ടാണ്? അതിന്റെ പ്രയോഗ സാധ്യത മങ്ങിയപ്പോഴാണ്. സർക്കാർ ഉത്തരവുകൾ, ബജറ്റ് പ്രസംഗങ്ങൾ, വിധിന്യായങ്ങൾ മുതലായവ മലയാളത്തിൽ എഴുതണമെന്ന് വന്നാൽ കൂടുതൽ പ്രതിഭയുള്ളവരുടെ തൂലികയിൽ നിന്ന് ആവശ്യമായ പദങ്ങളും ശൈലികളും ഒക്കെ പുറപ്പെട്ടു വരും. മറ്റുള്ളവർ അത് അനുകരിക്കാൻ തുടങ്ങും. പദങ്ങൾ ധാരാളമായി അന്യഭാഷകളിൽ നിന്ന് സ്വീകരിക്കണം. നമ്മൾ ഡെയിലി പുതിയ പദങ്ങൾ, ദൈനംദിനം പുതിയ പദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഭാഷയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് ഭാഷയും ഭരണഭാഷയും എന്ന ഒരു ലേഖനത്തിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡോക്ടർ എഴുമറ്റൂർ രാജരാജവർമ്മയുടെ ലേഖനത്തിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മലയാളത്തിന് ഭരണഭാഷയെ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടായിരുന്നു. അതിന് മറുപടിയായിട്ട് 2 കാര്യങ്ങൾ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒന്ന്, രാജ്യത്ത് എത്രയോ നൂറ്റാണ്ടുകളായി ഭരണഭാഷയായിരുന്നു മലയാളം. ഇതിന്റെ സ്ഥാനം ഇംഗ്ലീഷ് കൈവശപ്പെടുത്തിയിട്ട് വളരെ കുറച്ച് 50 വർഷങ്ങൾ, നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ. ഒന്നാമതായി, ഒരു ഭാഷയും ശുദ്ധശൂന്യതയിൽ വളരുകയും പുഷ്ടിപ്പെടുകയും ചെയ്യില്ല. അതായത് ഇംഗ്ലീഷുകാർ ഇവിടെ വന്നതിന് ശേഷമാണ് ഭരണഭാഷ എന്നുള്ള സ്ഥാനം മലയാളത്തിന് നഷ്ടപ്പെട്ടത്. മലയാളം ഔദ്യോഗിക കാര്യങ്ങൾക്ക് പറ്റിയ വിധത്തിൽ വളർന്നതിന് ശേഷം ഔദ്യോഗിക ഭാഷയായിട്ട് സ്വീകരിക്കാം എന്ന് പറയുന്നവർ ഇതിൻ്റെ ആ ഒരു ശൂന്യമായ അംശത്തെ പാടെ വിസ്മരിക്കുകയാണ്. അതിനെ ഉപയോഗിക്കാതെ എങ്ങനെയാണ് അത് വളരും? പുതിയ സങ്കേതങ്ങളും ആശയങ്ങളും സൃഷ്ടിക്കണം, എഴുതണം എന്നൊക്കെ വരുമ്പോൾ ഈ ഭാഷ വളരും. അപ്പോൾ പുതിയ സന്ദർഭങ്ങളിലേക്ക് ഭാഷ ഉപയോഗം മാറുമ്പോൾ അതിൻ്റെ സാധ്യതകളിലേക്ക് കൂടുതൽ വളർച്ചയാണ് ഉണ്ടാവുക. എന്നാൽ അങ്ങനെ വളരാതെ ചിലപ്പോൾ ഉപയോഗിക്കാതിരുന്നാൽ ഇതിനൊരു നാശവും സംഭവിക്കും. അപ്പോൾ നമ്മുടെ മാതൃഭാഷയായ മലയാളത്തിന് ഈ ഒരു കഴിവുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചാൽ വളരും, എന്നാൽ അത് ഉപയോഗിക്കാതിരുന്നാൽ ചിലപ്പോൾ മുരടിച്ചു പോവുകയും ചെയ്യും.
1-2 തലമുറക്കാലത്തെ അവഗണനയുടെ അനിഷ്ടഫലങ്ങളാണ് ഇന്ന് കാണുന്നത്. ഇത് ഭാഷയുടെ പോരായ്മയാണെന്ന് പറയുന്നത് ശരിയല്ല എന്ന് എഴുമറ്റൂർ രാജരാജവർമ്മ തൻ്റെ ഭാഷയും ഭരണഭാഷയും എന്ന ലേഖനത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ ഈ റിപ്പോർട്ട് മലയാളത്തിൻ്റെ ശക്തിയെയും സൗന്ദര്യത്തെയും തിരിച്ചറിഞ്ഞുണ്ടാക്കിയ റിപ്പോർട്ടാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ഏതാണ്ട് വിസ്മൃതിയിലായി. കമ്മീഷൻ തന്നെ ഒരു ശബ്ദകോശവും നിർമ്മിച്ചിരുന്നു, അതും ഇന്ന് ലഭ്യമല്ല. 7 വർഷം കൊണ്ട് സാധ്യമാകുന്ന ഒരു ഭരണഭാഷാ മാറ്റം കമ്മീഷൻ വിഭാവനം ചെയ്തിരുന്നു. 1969 ഔദ്യോഗിക ഭാഷ നിയമം കേരള നിയമസഭ പാസാക്കി. 73 അതിന് ഭേദഗതിയും വരുത്തി. അതനുസരിച്ച് മലയാളവും ഇംഗ്ലീഷും കേരളത്തിൻ്റെ ഔദ്യോഗിക ഭാഷകളായി മാറി. അപ്പോൾ കേന്ദ്ര സർക്കാർ അന്യ സംസ്ഥാനങ്ങളിൽ സംസ്ഥാനത്തിനകത്തെ കേന്ദ്ര സർക്കാർ ഓഫീസുകൾ എന്നിവയിലേക്കും വിദേശത്തേക്ക് നടക്കുന്ന കത്തിടപാടുകൾക്കായി ഇംഗ്ലീഷിനെ മാധ്യമമാക്കി തന്നെ നിർത്തി. കേരളത്തിലെ ഭരണഭാഷയെക്കുറിച്ച് നമുക്ക് ചരിത്രപരമായ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ വളരെ കാലത്തെ അടിമത്തത്തിലായിരുന്നു കേരളത്തിലെ ഭരണഭാഷയായിരുന്ന മലയാളം. അപ്പോൾ മാതൃഭാഷയുടെ കാര്യത്തിൽ എന്താണ് ഇവിടെ സംഭവം? മലയാളം ഭരണഭാഷയാക്കുന്നതിനെ കുറിച്ച് എതിരഭിപ്രായങ്ങൾ പറയുന്നവർ ഇംഗ്ലീഷ് പരിജ്ഞാനമുള്ളവർക്ക് ലഭിക്കുന്ന ഒരു മാന്യത, അത് ഈ ഒരു മലയാളത്തെ സാർവത്രികമാക്കുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നു എന്നാണ്. മറ്റൊന്ന്, സ്വാതന്ത്ര്യപ്രാപ്തിയോടെ ജാതീയമായ ഉച്ചനീചത്വങ്ങളും ജന്മി കുടിയാൻ എന്നുള്ള ബന്ധങ്ങളും ഒക്കെ അവസാനിച്ചെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ ഉള്ള ഉച്ചനീചത്വങ്ങൾ ഒരിക്കലും അവസാനിച്ചില്ല. വിദ്യാസമ്പന്നരെന്നും വിവരമില്ലാത്തവരെന്നും ജനങ്ങളെ രണ്ടായി അത് വിഭാഗിച്ചു. വേറൊന്ന്, വിദ്യാഭ്യാസ രംഗത്തിൽ വന്ന മാറ്റമാണ്. ഇംഗ്ലീഷിലൂടെ ലോകം തന്നെ നേടിക്കളയാമെന്നൊരു തോന്നലാണ് നമുക്ക് ഉണ്ടായത്. ലോകരാജ്യങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം പോലും ലോകരാജ്യങ്ങളിൽ അവരുടെ മാതൃഭാഷയിലായിരിക്കെ ഇവിടെ പ്രാഥമിക വിദ്യാഭ്യാസം പോലും എന്തിലാക്കി? ഇംഗ്ലീഷിലാക്കി. ഇവിടത്തെ അക്ഷരക്കളരികൾ എന്ന് പറയുന്ന, അതായത് നഴ്സറി ക്ലാസ്സുകൾ പോലും പൂർണ്ണമായി ഇംഗ്ലീഷിലേക്ക് കൊണ്ടുവന്നു. മാത്രമല്ല, പുതിയ തലമുറ രണ്ടായി വിഭജിക്കപ്പെട്ടു. ഇംഗ്ലീഷ് മീഡിയം എന്നും മലയാളം മീഡിയം എന്നും രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു. ഇംഗ്ലീഷ് ആണ് ഭരണഘടനയിൽ സാമൂഹ്യ രംഗത്തും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് കൂടുതൽ പ്രാധാന്യം ലഭിച്ചു. ഇംഗ്ലീഷ് ഭാഷയിൽ കഴിവില്ല എന്നുള്ള പേരിൽ പലരും പിന്തള്ളപ്പെടുന്ന രീതിയിലേക്ക് ഇന്നത്തെ ഉന്നത വിദ്യാഭ്യാസ രംഗം ചെന്നെത്തിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ആണ് മാതൃഭാഷയായി മലയാളം നിലനിർത്തുന്നതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഘടകങ്ങൾ. പിന്നെ ഭരണനിർവഹണം നടത്തുന്നത് ഉദ്യോഗസ്ഥരാണ്. അവർക്ക് പലപ്പോഴും മാതൃഭാഷയിൽ വേണ്ടത്ര പരിജ്ഞാനമില്ല. അപ്പോൾ അത് വേറൊരു രീതിയിൽ എന്തായി, മലയാളത്തെ അല്ലെങ്കിൽ മാതൃഭാഷയെ തള്ളിക്കളയാൻ അത് സഹായകമായി. ഇനി എന്തൊക്കെയാണ് ഭരണഭാഷയ്ക്ക് ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ? ഒന്ന്, നിയതാർത്ഥ ബോധകത്വം, നിയതമായ കൃത്യമായ ഒരു അർത്ഥം തരുന്ന രീതിയിലുള്ള ഒരു കഴിവുണ്ടായിരിക്കണം. 2, ആർജവം വേണം. 3, സുതാര്യത വേണം. സരളമായിരിക്കണം. ലഘുവാക്യങ്ങൾ ഉണ്ടായിരിക്കണം. ആശയത്തെക്കുറിച്ചുള്ള ഒരു അറിവ് അല്ലെങ്കിൽ നമുക്കൊരു സംശയം ഉണ്ടാക്കാത്ത രീതിയിലുള്ള ആശയങ്ങളായിരിക്കണം. ഇതൊക്കെ ഭരണഭാഷയ്ക്ക് വേണ്ട ഗുണങ്ങളാണ്. അപ്പം ഭരണഭാഷ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയായിരിക്കണം. അതിൻ്റെ ശൈലി വളരെ ലളിതമായിരിക്കണം. ഭാഷയെ ഭംഗിപ്പെടുത്തുന്ന അലങ്കാരങ്ങളും പദപ്രയോഗങ്ങളും ശൈലികളും ഒക്കെ ഭരണഭാഷയ്ക്ക് അത് വലുതായിട്ട് ഇണങ്ങില്ല. അപ്പോൾ ഉചിതമായ വാക്ക്, ലളിതമായ വാക്ക്, സുതാര്യമായ വാക്ക്, അർത്ഥശങ്കയ്ക്കിടയാക്കാത്ത വാക്ക്, ഇത്രയുമാണ് പ്രധാനമായിട്ട് ഭരണഭാഷയ്ക്ക് വേണ്ടത്. പിന്നെ ദേശങ്ങൾക്ക് ഭേദം നമുക്കറിയാമല്ലോ. 6 മലയാളിക്ക് 100 മലയാളമാണ്. അങ്ങനെ ദേശങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ കടന്നു നിൽക്കുന്ന ഒരു മാനക ഭാഷയായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പം നിത്യജീവിതത്തിലെ ഭാഷയല്ല നമ്മൾ ഭരണഭാഷയിൽ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതിന് ഉദാഹരണം, അടിച്ചു പൊളിച്ചു എന്നുള്ളത് ഇന്നത്തെ പ്രയോഗത്തിൽ നമ്മൾ ആഘോഷിച്ചു എന്നുള്ള ഒരു അർത്ഥമാണ് എടുക്കുന്നത്. നശിപ്പിച്ചു എന്നൊരു അർത്ഥമല്ല അതിന് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രയോഗങ്ങൾ, അതായത് നിത്യോപയോഗത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ചില പദങ്ങളെങ്കിലും ഭരണഭാഷയിൽ നിന്ന് ഒഴിച്ച് നിർത്തേണ്ടത്. ഭരണഭാഷയിലെ വാക്കുകൾക്ക് നിയതമായ അർത്ഥമാണ് ഉണ്ടാവുക. അപ്പോൾ അതിന് പകരം ഒരു പര്യായ പദം അല്ലെങ്കിൽ അതേ അർത്ഥമുള്ള മറ്റൊരു പദം ഉപയോഗിക്കുന്നത് കൊണ്ടൊരു പ്രയോജനം ഇല്ല. ഉദാഹരണത്തിന്, റൂൾസ്, റെഗുലേഷൻസ്, ലോ, സ്റ്റാറ്റിറ്റ്യൂഡ് എന്ന വാക്കുകൾക്ക് നിഘണ്ടുവിൽ ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാൽ ഭരണരംഗത്ത് ഇതെല്ലാം സമാന അർത്ഥത്തിലല്ല പ്രയോഗിക്കുന്നത്. ഓരോന്നും വ്യത്യസ്ത തലത്തിൽ വ്യത്യസ്ത പരികൽപ്പനയോടെ ഉപയോഗിക്കുന്നു. അപ്പോൾ വേറെയും കുറച്ച് വാക്കുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്തരം വാക്കുകൾ മലയാളത്തിലേക്ക് ആക്കുമ്പോൾ അതിന് പ്രത്യേക ശ്രദ്ധ വേണം. കാരണം ഇംഗ്ലീഷിലെ പല വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇതിനെല്ലാം കൂടെ മലയാളത്തിൽ ചിലപ്പോൾ ചില പദങ്ങൾ മാത്രമേ കാണൂ. അത് ഉപയോഗിക്കുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. പിന്നെ ഭരണഭാഷ മലയാളത്തിലാക്കിയിട്ട് ബില്ലുകളും മറ്റും മലയാളത്തിൽ അവതരിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടാണ്. ഇത് സാങ്കേതികമായൊരു ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇക്കാലത്ത് എന്നാൽ ഇങ്ങനൊരു ശ്രമം നടന്നിട്ടുണ്ട്. 1978 ആദ്യമായി ഒരു ബില്ല് ഓഗസ്റ്റ് 1 മലയാളത്തിൽ വനംവകുപ്പ് മന്ത്രിയായിരുന്ന കാന്തലോട്ട് കുഞ്ഞമ്പു
അവതരിപ്പിച്ചിട്ടുണ്ട്. കേരള വനോത്പന്നം, അതായത് വില നിജപ്പെടുത്തൽ എന്നുള്ള ഒരു ബില്ല്. അത് പക്ഷെ അതിന് പിന്നീട് തുടർച്ച ഉണ്ടായില്ല. വളരെ കാലം ഇംഗ്ലീഷ് ഉപയോഗിച്ച രംഗത്ത് മലയാളം വരുമ്പോൾ പ്രയാസം സാധാരണമാണ്. അപ്പൊ ഇതുകൊണ്ടാണ് ഘട്ടം ഘട്ടമായിട്ട് വേണം ഭരണഭാഷയിൽ മാറ്റം വരേണ്ടതെന്ന് ഭാഷാ പരിഷ്കരണ കമ്മിറ്റി ഉപദേശിച്ചത്. അപ്പൊ ജനങ്ങളുമായി നേരിട്ട് സമ്പർക്കമുള്ള വകുപ്പുകളിൽ എഴുത്തുകുത്തുകളെല്ലാം ആദ്യം എന്താക്കണം, മലയാളത്തിലാക്കണം എന്നതായിരുന്നു കമ്മിറ്റിയുടെ ഒന്നാമത്തെ നിർദ്ദേശം. അപ്പൊ ഇതില് ടൈപ്പ് റൈറ്റർ ഉപയോഗിക്കാത്ത ഓഫീസുകളിൽ ഇത് വളരെ വേഗം നടപ്പിലാക്കണമെന്നും പറഞ്ഞിരുന്നു. പിന്നെ മലയാള സാങ്കേതിക പദങ്ങൾക്ക് തുല്യമായ മലയാള പദങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ശബ്ദകോശം തയ്യാറാക്കണമെന്നും ഒരു നയം വന്നിരുന്നു. ഇനി ഭരണഭാഷ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നം സംക്ഷിപ്ത രൂപങ്ങൾ വളരെ കുറവാണ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ ഉദാഹരണമായിട്ട് കൊടുത്തിരിക്കുന്ന ഗവൺമെൻറ് ഓർഡറിന് GO എന്നുണ്ട്, പ്രൊവിഡൻറ്റ് ഫണ്ടിന് PF എന്നുണ്ട്. അപ്പോൾ ഇതിന് സമാനമായ മലയാളത്തിലെ ചുരുക്കെഴുത്തുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും. സർക്കാർ ഉത്തരവ് SAU എന്നുള്ളത്, അതുപോലെ ജില്ലാ പോലീസ് സൂപ്രണ്ട് GPOSU ഇങ്ങനെ എഴുതാം. പുരോഗമന കലാസാഹിത്യ സംഘം നമുക്കറിയാമല്ലോ, PUKASA എന്ന് പറഞ്ഞു കേട്ടിരുന്നു. കേരള സാഹിത്യ അക്കാദമിക്ക് KSA എന്നുള്ള ചുരുക്കപ്പേരുകൾ നമുക്ക് പരിചിതമാണ്. അപ്പോൾ ഭാഷ വളരുന്നത് എപ്പോഴും നിരന്തരമായ പ്രയോഗത്തിലൂടെയും അന്യഭാഷയുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെയുമാണ്. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ സൗഭാഗ്യം അതാണ്. കാരണം ബ്രിട്ടീഷുകാരുടെ മാതൃഭാഷയായ ഇംഗ്ലീഷ് ലോകം മുഴുവൻ പടരാനുള്ള കാരണം അതിന് മറ്റുള്ള ഭാഷകളും കൂടുതൽ ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവ് ലഭിച്ചതുകൊണ്ട്. അത് മാത്രമല്ല, ഏതൊക്കെ രാജ്യങ്ങളിലാണോ ഇംഗ്ലീഷ് പ്രചരിച്ചത് അവിടെ നിന്നെല്ലാം ഇംഗ്ലീഷുകാരെന്ത് ചെയ്തു, അവർ കുറേ പദങ്ങൾ കൂടെ സ്വീകരിച്ചു. അതുപോലെ മലയാളത്തിന്റെ മറ്റൊരു പ്രത്യേകത, മറ്റു ഭാഷയിലെ പദങ്ങൾ ഉൾക്കൊള്ളാനുള്ള ശേഷി മലയാളത്തിനുണ്ട്. നമുക്ക് ധാരാളം സംസ്കൃത പദങ്ങളുണ്ട്, ഇംഗ്ലീഷ് പദങ്ങളുണ്ട്, പേർഷ്യൻ പദങ്ങളുണ്ട്, അറബി പദങ്ങളുണ്ട്, ഹീബ്രു, പോർച്ചുഗീസ് തുടങ്ങിയ വിദേശ ഭാഷകളും മലയാളത്തിന് സ്വന്തമായി കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഭാഷയ്ക്ക് ഏത് വിഷയത്തെയും കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് കാണിക്കുന്നത് നമുക്ക് പണ്ട് ലഭിച്ചിരുന്ന പുരാലിഖിതങ്ങളാണ്. അപ്പൊ പുരാലിഖിതങ്ങൾ മലയാളത്തിൽ ആണ് എഴുതപ്പെട്ടിരുന്നത്. അപ്പൊ അതിനകത്ത് വളരെ സീരിയസ് ഗൗരവപൂർവ്വമുള്ള രാജശാസനകളും മറ്റും എഴുതിയിരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ അത്യന്തം ഗഹനമായ തത്വശാസ്ത്ര ഗ്രന്ഥങ്ങളുണ്ട്. ഇതൊക്കെ കൗടില്യന്റെ അർത്ഥശാസ്ത്രം പോലെയുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് പ്രാചീന കാലത്ത് മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്, വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഭഗവത്ഗീത, മഹാഭാരതത്തിലെ ഭഗവത്ഗീത ആദ്യമേ വിവർത്തനം ചെയ്ത മലയാളത്തിലോട്ടാണ്. പാവങ്ങൾ പോലുള്ള ലോക ക്ലാസിക് കൃതികൾ നമുക്ക് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നാലപ്പാട്ട് നാരായണ മേനോനാണ് പാവങ്ങൾ എന്ന കൃതി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നത്, വിക്ടർ ഹ്യൂഗോയുടെ കൃതി. അതോടുകൂടി അതൊരു പുതിയ എഴുത്തിന്റെ ശൈലി തന്നെ ഇവിടെ കൊണ്ടുവന്നു. അപ്പൊ പുതിയ കാലത്ത് ഇങ്ങനെയുള്ള ശ്രമങ്ങൾ കുറയുകയാണ്. വിജ്ഞാനമുള്ളവർക്ക് വേണ്ടത്ര മാതൃഭാഷയെക്കുറിച്ചുള്ള അറിവില്ല. രണ്ടാമത്, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് പൂർണ്ണമായി ഒഴിവാക്കപ്പെടുകയാണ് മാതൃഭാഷ. അപ്പൊ ഇംഗ്ലീഷ് പുസ്തകങ്ങളെ നേരിട്ട് ആശ്രയിക്കുന്നത് വർദ്ധിച്ചതോടുകൂടി മലയാള പുസ്തകങ്ങളുടെ ആവശ്യം ഇല്ലാതായി. കേരളത്തിൽ എന്നാലും ഇപ്പോഴുള്ള ഒരു വലിയ പോരായ്മ എന്താണ്, കേരളത്തിലെ ബഹുഭൂരിപക്ഷം പേർക്കും ഇംഗ്ലീഷ് 100 വർഷക്കാലം ഇംഗ്ലീഷ് പഠനം നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ടും അതിലെ ആശയങ്ങൾ ഗ്രഹിക്കാനും തിരിച്ചു പറയാനും ഒക്കെയുള്ള കഴിവ് കുറച്ച് വിഭാഗത്തിന് മാത്രമേ ഉള്ളൂ. അപ്പം ഭാഷയുടെ വളർച്ചയ്ക്കും വികാസത്തിനും മറ്റുള്ള ഭാഷകളിൽ നിന്നുള്ള പകർത്തിയെടുക്കലുകൾ ആവശ്യമാണ്. അപ്പൊ ഏത് രംഗത്തുള്ള അറിവായാലും മാതൃഭാഷയിലേക്ക് അറിവിനെ ചേർത്ത് വെക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇന്ന് ലോകഭാഷകളിൽ മലയാളത്തിനുള്ള സ്ഥാനം 26ആണ്. മാതൃഭാഷ എന്ന നിലയിൽ മലയാളം സംസാരിക്കുന്നവരുടെ എണ്ണം കണക്കിലെടുക്കുമ്പോഴാണ് 26ാം സ്ഥാനം. ലോകരാഷ്ട്രങ്ങളിലെ പല ഔദ്യോഗിക ഭാഷകളും മലയാളത്തിന്റെയും പിന്നിലാണ്. എന്നിട്ടും നമ്മുടെ ഭാഷയുടെ ശക്തിയും മഹത്വവും പദവിയും തിരിച്ചറിയാൻ നമ്മൾ പലപ്പോഴും തയ്യാറാവുന്നില്ല. അപ്പം മലയാളം ഭരണഭാഷയാകണം എന്നുള്ള ആഗ്രഹത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്ന് തന്നെ പറയാം. ഇനിയും അത് പൂർണ്ണമായിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഈ ഭരണഭാഷ ആക്കി മലയാളത്തെ മാറ്റുക എന്നുള്ളത് ഭരണകൂടത്തിൻ്റെ മാത്രം ചുമതലയല്ല. രാഷ്ട്രീയ തീരുമാനത്തിനൊപ്പം രാഷ്ട്രീയക്കാരും സാധാരണക്കാരും എല്ലാം ഗവൺമെൻറ്റിനോടൊപ്പം നിൽക്കണം. ഇത് കേരളത്തിൻ്റെ ഒരു അഭിമാന പ്രശ്നമാണ്. ഇത് നമുക്ക് ഒരുമിച്ച് നിന്നാൽ ഒരു മലയാളിയുടെ ഓരോ മലയാളിയുടെ ആവശ്യമാണ്. ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നുള്ള രീതിയിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് നിന്ന് ഈ ഒരു മലയാളത്തെ ഭരണഭാഷയാക്കിക്കൊണ്ടുള്ള ഒരു ഒരുമയിലേക്ക് കേരളത്തിൽ അങ്ങനെ ഒരു ഒരുമയിലേക്ക് നമ്മുടെ മാതൃഭാഷയെ മലയാളത്തെ ഭരണഭാഷയാക്കാനുള്ള ഒരു ഉദ്യമത്തിന് നമുക്ക് തുടക്കം കുറിക്കാം. അപ്പോൾ ഈ ലേഖനം വായിക്കുക, ഇതിൻ്റെ ആശയങ്ങൾ പറയുന്നുണ്ട്, വൺ വേർഡും പറയുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ഷീബ ടീച്ചർ.